വെൽക്കം ബാക്ക് ടു ദി ചാനൽ OET വിത്ത് ടിൻസി. അപ്പോൾ ഇന്ന് പാർട്ട് ബി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസ് അതായത് റൈറ്റിങ്ങിൻ്റെയും റീഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ സ്പീക്കിങ്ങിൻ്റെയും എല്ലാം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ OET എക്സാം പ്രിപ്പയർ ചെയ്യുന്നതിന് ഒത്തിരി ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ ഇവിടെ ക്വസ്റ്റ്യൻ നമ്മളോട് പറയുന്ന ഇതാണ്: ദ എക്സ്ട്രാക്ട് എയിംസ് ടു ഗിവ് ഇൻഫർമേഷൻ അബൌട്ട്. സോ അപ്പോൾ ഈ എക്സ്ട്രാക്ട് എയിം ചെയ്യുന്നത് എന്താണ്? എന്ത് ഇൻഫർമേഷൻ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് തരാനായിട്ട് ശ്രമിക്കുന്നത്? സോ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ സാധാരണ രീതിയിൽ നമ്മൾ പാർട്ട് ബിയിൽ ഓപ്ഷൻസ് വായിക്കാറില്ല, നേരിട്ട് നമ്മൾ എന്താണ് പാസേജിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ പാസേജ് പറയുന്നത് ഇതാണ്: ദ 6 pack. സോ അതിനകത്ത് അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദ 6 new sets of regulations were produced in response to the European Parliament Framework Directive. അപ്പം 6 സെറ്റ് ഓഫ് റെഗുലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇൻ റെസ്പോൺസ് ടു ദ യൂറോപ്യൻ പാർലമെന്റ് ഫ്രെയിംവർക്ക് ഡയറക്റ്റീവ് അനുസരിച്ചിട്ട്. അതിന്റെ റെസ്പോൺസ് അനുസരിച്ച് 6 സെറ്റ് ഓഫ് റെഗുലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്? ദീസ് ആർ മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അറ്റ് വർക്ക്, മാനുവൽ ഹാൻഡ്ലിംഗ് ഓപ്പറേഷൻസ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഇക്വിപ്മെന്റ് അറ്റ് വർക്ക്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഡിസ്പ്ലേ സ്ക്രീൻ ഇക്വിപ്മെന്റ്, പ്രൊവിഷൻ ആൻഡ് യൂസ് ഓഫ് വർക്ക് ഇക്വിപ്മെന്റ്, വർക്ക് പ്ലേസ്, ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് വെൽഫെയർ. ഈ 6 റെഗുലേഷൻസ് ആണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അതിനകത്ത് പറയുകയാണ്: വൈൽ ഈച്ച് സെറ്റ് ഓഫ് റെഗുലേഷൻസ് ഫോക്കസ് ഓൺ സ്പെസിഫിക് ആസ്പെക്ട് ഓഫ് ദ വർക്ക്. ഈ 6 സെറ്റ് ഓഫ് റെഗുലേഷൻസും ഫോക്കസ് ചെയ്യുന്നത് ഓരോ ആസ്പെക്റ്റിലേക്കാണ്, വർക്കിന്റെ ഓരോ ആസ്പെക്റ്റിലേക്കാണ് ഇതെന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ദേ ഓൾ ഹാവ് എ കോമൺ തീം. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ ഈ 6 സെറ്റ് ഓഫ് റെഗുലേഷന്റെയും തീം എന്ന് പറയുന്നത് സെയിം തന്നെ. സോ ദേ റീഇൻഫോഴ്സ് ദ നീഡ് ഫോർ റിസ്ക് അസസ്മെന്റ്, introducing control measures and follow-up monitoring and review systems. So ഈ 6 അതുപോലെ തന്നെ റെഗുലേഷൻസും റീഇൻഫോഴ്സ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്: ഒന്ന്, റിസ്ക് അസസ്മെന്റ്, നീഡ് ഫോർ റിസ്ക് അസസ്മെന്റ്; രണ്ടാമത്തത് ഇൻട്രൊഡ്യൂസിങ് കൺട്രോൾ മെഷേഴ്സിനെ കുറിച്ച്; 3, ഫോളോ അപ്പ് മോണിറ്ററിംഗ്; 4, റിവ്യൂ സിസ്റ്റം. സോ അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഇത് റീഇൻഫോഴ്സ് ചെയ്യുന്നത്. ഈ 6 റെഗുലേഷൻസും റീഇൻഫോഴ്സ് ചെയ്യുന്ന നമ്മുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ ഇതാണ്. സോ അതിനുശേഷം അവർ പറയാണ്: ഹൗവർ, എന്നിരുന്നാലും, for the first time the idea of a competent person is introduced. ഇങ്ങനെയൊക്കെ ആണെന്നിരുന്നാലും ആദ്യമായിട്ട് ഒരു ഐഡിയ, കോമ്പറ്റന്റ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദ എംപ്ലോയർ ഈസ് റിക്വയർഡ് ടു അപ്പോയിന്റ്മെന്റ് 1 or more competent person. ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത്? എംപ്ലോയർ, അതായത് കോമ്പറ്റന്റ് ആയിട്ടുള്ള വ്യക്തികളെ എന്ത് ചെയ്യണം? അപ്പോയിന്റ്മെന്റ് ചെയ്യണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു അസിസ്റ്റ് ഇൻ അണ്ടർടേക്കിംഗ് ദ മെഷേഴ്സ് നീഡഡ് ടു കംപ്ലീറ്റ് വിത്ത് ദ റെലവൻറ്റ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ്. ആവശ്യമായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. എന്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? അതായത് ഈ റെഗുലേഷൻസ് നമുക്ക് 6 തന്നിട്ടുണ്ട്, അതിനെ അസിസ്റ്റ് ചെയ്യാനും അതിന് വേണ്ടുന്ന മെഷേഴ്സ് എടുക്കാനും വേണ്ടിയിട്ട് കോമ്പറ്റന്റ് ആയിട്ടുള്ള വ്യക്തികളെ നിയോഗിക്കണം എന്നാണ് പറയുന്നത്. അതിനുശേഷം അവർ പറയാണ്: ദീസ് പേഴ്സൺ മസ്റ്റ് ബി നോളേജബിൾ. ഈ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന വ്യക്തികൾ അറിവുള്ളവരായിരിക്കണം. എന്തിനെ കുറിച്ച്? അബൌട്ട് ദ റിസ്ക് ടു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി വിത്തിൻ ദാറ്റ് വർക്ക് പ്ലേസ്. അതായത് വർക്ക് പ്ലേസുകളിലുള്ള സേഫ്റ്റി, ഹെൽത്ത് റിസ്കിനെ കുറിച്ച് കൃത്യമായിട്ട് അറിവുള്ളവരായിരിക്കണം ഈ വ്യക്തികൾ എന്നാണ് പറയുന്നത്. സോ ഇനി ഓപ്ഷൻ നമ്മളോട് പറയുന്ന ഇതാണ്: വർക്ക് പ്രാക്ടീസസ് ദാറ്റ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഇഞ്ചുറി. സോ ഇവിടെ നമുക്ക് റിസ്ക് ഓഫ് ഇഞ്ചുറി എന്നൊരു കാര്യം മാത്രം സ്പെസിഫൈ ചെയ്ത് നമ്മളുടെ അടുത്ത് ഈ പാസേജിൽ നമ്മളോട് പറയുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. സോ ഇനി നമുക്ക് തേർഡ് ഓപ്ഷൻ നോക്കാം. സി, ദ ഇമ്പോർട്ടൻസ് ഓഫ് റിസ്ക് അസസ്മെന്റ് ആൻഡ് കൺട്രോൾ മെഷേഴ്സ്. സോ നമ്മുടെ ഇവിടെ പാസേജിൽ റീഇൻഫോഴ്സ് ചെയ്യുന്ന 4 ഐഡിയ ആണ്. ഏതൊക്കെയാണ് ഐഡിയാസ്? ഒന്ന്, നീഡ് ഫോർ റിസ്ക് അസസ്മെന്റ്, ഇൻട്രൊഡ്യൂസിംഗ് കൺട്രോൾ മെഷേഴ്സ്, ഫോളോ അപ്പ് മോണിറ്ററിംഗ് ആൻഡ് റിവ്യൂ സിസ്റ്റം. പക്ഷെ നമുക്കിവിടെ 2 ഐഡിയ മാത്രമേ തന്നിട്ടുള്ളൂ: ദ ഇമ്പോർട്ടൻസ് ഓഫ് റിസ്ക് അസസ്മെന്റ് ആൻഡ് കൺട്രോൾ മെഷേഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് ഓപ്ഷൻ ബി ആണ്: ദ നീഡ് ടു സ്പെസിഫൈ ആൻഡ് ഫോളോ റെഗുലേഷൻസ് അറ്റ് വർക്ക്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? സ്പെസിഫിക് ആസ്പെക്ട് ഉണ്ടായിരിക്കണം. ആ ഒരു കാര്യം നമ്മളോട് കൺവേ ചെയ്യുന്നുണ്ട്. ഈ റെഗുലേഷൻസ് എല്ലാം വർക്ക് പ്ലേസിൽ ഫോളോ ചെയ്യുകയും വേണം. സോ അങ്ങനെ ഒരു കാര്യം നമ്മളോട് ഈ പാസേജ് കൺവേ ചെയ്യുന്നുണ്ട്, അല്ലെ? സോ നമ്മളുടെ അടുത്ത് എന്താണ് പറയുന്നത്? വൈൽ ഈച്ച് സെറ്റ് ഓഫ് റെഗുലേഷൻസ് ഫോക്കസ് ഓൺ സ്പെസിഫിക് ആസ്പെക്ട് ഓഫ് ദ വർക്ക് പ്ലേസ്. ഈ 6 സെറ്റ് ഓഫ് റെഗുലേഷൻസും ഫോക്കസ് ചെയ്തിരിക്കുന്ന സ്പെസിഫിക് ആസ്പെക്റ്റിലേക്കാണ്. അപ്പോൾ ദ നീഡ് ടു സ്പെസിഫൈ എന്ന് പറയുന്ന ആ ഒരു കാര്യം അവിടെ പാരാഫ്രൈസ് ചെയ്ത് തന്നിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്: ദേ ഓൾ ഹാവ് എ കോമൺ തീം. അവയ്ക്കെല്ലാം ഒരു കോമൺ തീമാണുള്ളത്. സോ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മൾ ഫോളോ ചെയ്യണം. ദാറ്റ് ഈസ് ദ നീഡ് ടു സ്പെസിഫൈ ആൻഡ് ഫോളോ റെഗുലേഷൻസ് അറ്റ് വർക്ക് പ്ലേസ്. സോ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ഇപ്പോഴും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ OET വിത്ത് ടിൻസി.